IPL-ന്റെ 19ാം സീസൺ കൊടിയേറാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് വൈഭവ് സൂര്യവംശിക്ക് 15 വയസ്സ് തികയുന്നത്. 14-കാരനായി വന്ന് അത്ഭുത പ്രകടനവുമായി കഴിഞ്ഞ 18ാം സീസണിനെയും IPL ഹിസ്റ്ററിയെയും തന്നെ ആ അത്ഭുത ബാലൻ ഞെട്ടിച്ചത് ആരും മറന്നു കാണില്ല. ഈ സീസണിലും ക്രിക്കറ്റ് പ്രേമികളുടെ പ്രധാന ശ്രദ്ധാകേന്ദ്രമാകും രാജസ്ഥാൻ റോയൽസിന്റെ ഈ കൗമാര താരമെന്ന് ഉറപ്പാണ്. 15 വയസ്സ് തികയുന്നതോടെ അന്താരാഷ്ട്ര മത്സരം കളിക്കാനുള്ള ICCയുടെ പ്രായ മാനദണ്ഡവും ഇനി വെല്ലുവിളിയാകില്ല. അതുകൊണ്ട് തന്നെ ഈ സീസണിൽ കൂടി തന്റെ വൈഭവം തെളിയിച്ചാൽ IPL കഴിഞ്ഞാൽ അവന് ദേശീയ സീനിയർ ടീമിന്റെ നീല ജേഴ്സിയിൽ കാണാം. ഇതെല്ലാം കണക്കുകൂട്ടിയാണ് ബീഹാറുകാരൻ പയ്യൻ ഒരുങ്ങി നിൽക്കുന്നതും. കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയ അഭിമുഖങ്ങളിൽ ഒന്നിൽ തനിക്ക് സാക്ഷാൽ ക്രിസ് ഗെയിലിന്റെ 175 റൺസ് എന്ന IPL-ലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ മറികടക്കണമെന്ന അഭിലാഷവും വൈഭവ് തുറന്നു പറയുന്നുണ്ട്. നെറ്റ്സിൽ ടീമിൽ പുതുതായി എത്തിയ സീനിയർ താരം രവീന്ദ്ര ജഡേജയെ പൊതിരെ തലങ്ങും വിലങ്ങും സിക്സറിന് പറത്തുന്നതും വാർത്തയായിരുന്നു. ഈ 175 റൺസ് എന്ന സ്കോറിന് മറ്റൊരു കൗതുകം കൂടിയുണ്ട്. ഈ വർഷം തുടക്കത്തിൽ സിംബാബ്വേയിലെ ഹരാരയിൽ നടന്ന ഇംഗ്ലണ്ടിനെതിരെയുള്ള അണ്ടർ-19 ഏകദിന ലോകകപ്പ് ഫൈനലിൽ 175 റൺസായിരുന്നു വൈഭവ് അടിച്ചുകൂട്ടിയത്. 80 പന്തുകൾ മാത്രം നേരിട്ട് 15 പടുകൂറ്റൻ സിക്സറുകളും 15 ഫോറുകളും നേടിയ താരം കുറച്ചു നേരം കൂടി ഗ്രീസിൽ നിന്നിരുന്നുവെങ്കിൽ ഡബിൾ സെഞ്ചുറിയോ ട്രിപ്പിൾ സെഞ്ചുറിയോ വരെ നേടാമായിരുന്നു. IPL 2025-ലെ തന്റെ പ്രകടനം വൺ ടൈം വണ്ടറല്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ച മത്സരം കൂടിയായിരുന്നു അത്. ആ ലോകകപ്പിലെ 7 ഇന്നിംഗ്സുകളിൽ നിന്ന് മാത്രം 439 റൺസാണ് താരം അന്ന് നേടിയത്. പ്ലെയർ ഓഫ് ദി സീരീസ് പുരസ്കാരവും മറ്റാർക്കുമായിരുന്നില്ല. അതിനു മുൻപും കഴിഞ്ഞ IPL-ന് ശേഷം താരം നിറഞ്ഞാടിയ ഒട്ടനവധി മത്സരങ്ങളുണ്ടായി. 2025-ൽ മാത്രം 6 സെഞ്ചുറികൾ ആ ബാറ്റിൽ നിന്ന് പിറന്നു. യൂത്ത് ഏകദിനത്തിൽ വെറും 20 മത്സരങ്ങളിൽ നിന്നായി 1000 റൺസ് പിന്നിട്ടു. ലിസ്റ്റ് എ ക്രിക്കറ്റിലും ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലും ആ മികവ് ആവർത്തിച്ചു. IPL-ന്റെ ആദ്യ എഡിഷൻ ആരംഭിച്ച് 4 വർഷം കഴിഞ്ഞ് ജനിച്ച വൈഭവ് കഴിഞ്ഞ IPL-ൽ കുറിച്ച റെക്കോർഡുകൾ ഞെട്ടിക്കുന്നതാണ്. IPL-ൽ കളിക്കുന്ന പ്രായം കുറഞ്ഞ താരം 35 റൺസിൽ സെഞ്ചുറി തികച്ച ഒരു ഇന്ത്യക്കാരന്റെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി അടക്കം എത്ര റെക്കോർഡുകൾ. അതിനുശേഷം ഇന്ത്യയുടെ യൂത്ത് ടീമിനൊപ്പം ഓസീസ് മണ്ണിലും മറ്റും നടന്ന പര്യടനങ്ങളിലും ഇട്ട ഡസൻ കണക്കിന് റെക്കോർഡുകൾ. അണ്ടർ-19 ഏഷ്യ കപ്പ്, റൈസിംഗ് സ്റ്റാർ ഏഷ്യ കപ്പ് ടൂർണമെന്റുകളിലും സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി, വിജയ് ഹസാരെ ട്രോഫി തുടങ്ങി ആഭ്യന്തര ടൂർണമെന്റുകളിലും സിക്സർ നേട്ടത്തിലും സെഞ്ചുറി നേട്ടത്തിലുമിട്ട റെക്കോർഡുകൾ കൂടി ചേർത്താൽ ഇപ്പോൾ തന്നെ അത് 10 ഫുൾ പേജ് കവിയും. ഒരു IPL സീസണിന് കൂടി കൂടുതൽ തയ്യാറെടുപ്പോടുകൂടി വൈഭവ് എത്തുമ്പോൾ ഏതെല്ലാം പുതിയ റെക്കോർഡുകൾ തിരുത്തപ്പെടുകയും കുറിക്കപ്പെടുകയും ചെയ്യുമെന്നും ആരുടെയെല്ലാം ചീട്ട് കീറുമെന്നും കണ്ടറിയാം.